ഹായ്, ഞാൻ അനുദീപ്. നാളെ മുതൽ സിവിൽ സർവീസസ് 2025 മെയിൻസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പഴയ ഒരു മെയിൻസ് തൊഴിലാളി എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾ നല്ല രീതിയിൽ ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ എനിക്ക് പ്രോമിസ് തരാമോ? അങ്ങനെയാണെങ്കിൽ ഈ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയി പോകും. എന്താണ് ആ കാര്യം എന്നല്ലേ? സംഭവം സിമ്പിൾ ആണ്. ഇപ്പോൾ നാളെ നിങ്ങൾ എസ് എക്സാം എഴുതുന്നു, അല്ലെങ്കിൽ GS പേപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ GS 1, 2, 3, 4 അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു. പ്ലീസ് പ്രോമിസ് മീ വൺ തിങ്. വൺസ് യു ഡൺ വിത്ത് ദ എക്സാം, ഇറ്റ് ഷുഡ് ബി ഡൺ വിത്ത്. അല്ലാതെ എക്സാം എഴുതി കഴിഞ്ഞ് പുറത്ത് വന്ന് അയ്യോ ആ ചോദ്യം ശരിയായോ, അല്ലെങ്കിൽ SAക്ക് ഞാൻ ചൂസ് ചെയ്ത ടോപ്പിക് നല്ലതായിരുന്നോ, അല്ലെങ്കിൽ GSനകത്തെ 5ാമത്തെ ചോദ്യം ഞാൻ ആ ഒരു പോയിന്റ് എഴുതിയായിരുന്നു, കേസ് സ്റ്റഡീസ് കോട്ട് ചെയ്തു, ഡയഗ്രാംസ് കോട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ നിൽക്കരുത്. പലപ്പോഴും നമ്മളെ ആങ്സൈറ്റിയും സ്ട്രെസ്സും ആ ഒരു ട്രാപ്പിലേക്ക് തള്ളിയിടുന്നത് എക്സാം ഹോളിനേക്കാൾ ഉപരി എക്സാമിന് ശേഷമുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ആണ്. എക്സാം എഴുതി കഴിഞ്ഞു, അതിന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ കാണിച്ച എന്തെങ്കിലും മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അബദ്ധങ്ങൾ അത് പിന്നെയും പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത് നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്ത്, നമ്മളെ തന്നെ ഡീമോറലൈസ് ചെയ്ത്, നമ്മളെ തന്നെ സ്ട്രെസ്ഫുൾ ആക്കുന്ന ഒരു എക്സസൈസ് പൊതുവെ കാൻഡിഡേറ്റ്സ് ചെയ്യാറുണ്ട്. അത് ചെയ്യരുത്. നിങ്ങളോട് തന്നെ ഒരു വാക്ക് കൊടുക്കുക. എക്സാം കഴിഞ്ഞാൽ തല ഉയർത്തിപ്പിടിച്ച് ഫുൾ ഹാപ്പിനെസ്സിൽ തന്നെ എക്സാം ഹോളിന് പുറത്ത് വരും, നോ മാറ്റർ വാട്ട്. കാര്യം നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞു, പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എക്സാം ഹോളിൽ നിങ്ങളുടെ പെർഫോമൻസിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. എന്ത് സംഭവിച്ചാലും എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് തല ഉയർത്തിപ്പിടിച്ച് തന്നെ എക്സാം ഹോളിന് പുറത്ത് വരും എന്ന് ഒരു സെൽഫ് അഷുറൻസ് കൊടുക്കുക. എക്സാം ഹോളിന് പുറത്ത് വന്നതിന് ശേഷം അതിന്റെ പോസ്റ്റ്മോർട്ടം അനാവശ്യമായി നടത്താതിരിക്കുക. നടത്തുന്നെങ്കിൽ തന്നെ അടുത്ത എക്സാംസിന് യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻട്രോസ്പെക്ഷൻ മാത്രമേ അവിടെ നടത്താവൂ. ഞാനിത് പറയാനുള്ള മെയിൻ റീസൺ, നിങ്ങളിപ്പം കടന്നു പോകുന്ന ഒരു ഫേസിൽ കൂടെ ഞാൻ പല പ്രാവശ്യം കടന്നു പോയിട്ടുള്ളതാണ്. ഞങ്ങളുടെ സ്ഥിരം സെന്റർ ട്രിവാൻഡ്രം വിമൻസ് കോളേജ് ആണ്. അവിടെ എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങും, ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യും. ആ ചോദ്യം എഴുതി, ഈ ചോദ്യം കംപ്ലീറ്റ് ആക്കിയായിരുന്നു. അത് പിന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ നെഗറ്റീവായിട്ട് പലപ്പോഴും ബാധിച്ചിട്ടുണ്ട്. സോ ട്രിവാൻഡ്രം സെന്ററുള്ള ആൾക്കാരൊന്ന് കമന്റ് ചെയ്തേക്കണേ. ആൾസോ ഒരു ഗോൾഡൻ റൂൾ നിങ്ങൾ വിട്ടുപോകരുത്. ദിസ് എക്സാം ഇസ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ ബട്ട് അബൌട്ട് എക്സ്പ്രഷൻ. ഇപ്പൊ 100% പെർഫെക്റ്റ് ആയിട്ടൊരു ആൻസർ എഴുതാൻ പറ്റില്ല. കാര്യം നമുക്ക് 3 മണിക്കൂർ മാത്രമാണ് ടൈം ആയിട്ടുള്ളത്. പക്ഷെ അറിയാവുന്ന കാര്യങ്ങൾ നല്ല ക്ലാരിറ്റിയിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇംപെർഫെക്റ്റ് ആൻസർ ആണെങ്കിൽ പോലും യു വിൽ ഗെറ്റ് മാർക്സ്. UPSC നോക്കുന്നത് ഒരു റോബോട്ടിനെ അല്ല, അവർക്ക് വേണ്ടത് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സുകളുള്ള ഒരു മനുഷ്യനെ തന്നെയാണ്. അവരെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിക്കാൻ പറ്റിയ ഒരു ട്രെയിനബിൾ കാൻഡിഡേറ്റ് ആണോ എന്നുള്ളത് നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കണ്ടന്റുകൾ കുത്തി നിറച്ച ഒരു ചോദ്യത്തിന്റെ ആൻസറിൽ ക്ലാരിറ്റി നഷ്ടപ്പെടുത്താതെ, കണ്ടന്റ് വേണം, പക്ഷെ അനാവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ കുത്തി നിറച്ച് അതിൻ്റെ ഒരു ക്ലാരിറ്റി ഡൈല്യൂട്ട് ചെയ്യാതെ നല്ല ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ നല്ല രീതിയിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യപ്പെടും. ഓൾസോ നിങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് എക്സാം വിൽ ചേഞ്ച് യുവർ ലൈഫ്. ഈ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നുപോയി കഴിയുമ്പോൾ ഇത്രയും ദിവസത്തെ എക്സാംസ്, ഇപ്പൊ SA കുഴപ്പമില്ല, അതൊക്കെ 3 മണിക്കൂർ ഉള്ളൂ എന്ന് പറയാം. ബാക്കിയുള്ള ദിവസങ്ങൾ രാവിലെ 3 മണിക്കൂർ, ഉച്ചയ്ക്ക് 3 മണിക്കൂർ, 6 മണിക്കൂർ എക്സാം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേയ്സിൽ എക്സാംസ്. ഈ ഒരു പ്രോസസ്സിൽ കൂടെ നിങ്ങൾ കടന്നുപോയി കഴിയുമ്പോൾ ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങൾ ലൈഫിനെ നോക്കിക്കാണുന്ന പെർസ്പെക്റ്റീവ് മാറും, നിങ്ങളെ തന്നെ നോക്കിക്കാണുന്ന പെർസ്പെക്റ്റീവ് മാറും. നിങ്ങൾ പോലും തിരിച്ചറിയാത്ത നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സുകൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. നിങ്ങൾ മുമ്പ് മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്, സ്റ്റിൽ റിയൽ എക്സാം എഴുതി കഴിയുമ്പോൾ അത് നമുക്ക് തരുന്ന ഇൻസൈറ്റ്സ് ഇറ്റ്സ് ഓൺ ആൻ അനദർ ലെവൽ. സോ ആ ഒരു പോസിറ്റീവ് സൈഡ് നിങ്ങൾ മനസ്സിലിരിക്കണം. ഇതൊരു ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഫസ്റ്റ് ടൈം മെയിൻസ് എഴുതുന്ന ആൾക്കാരാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മെയിൻസ് എഴുതുന്ന എക്സാം എഴുതുന്ന ആൾക്കാരാണെങ്കിലും ഓരോ എക്സാം കഴിയുമ്പോഴും ഇറ്റ് വിൽ ചേഞ്ച് യു ഫോർ ഗുഡ്. നിങ്ങളോട് തന്നെ ഓർമ്മപ്പെടുത്തേണ്ട മറ്റൊരു പോയിന്റ് ആണ്, നിങ്ങൾ മറ്റാരുമായിട്ടുമല്ല കോമ്പീറ്റ് ചെയ്യുന്നത്, നിങ്ങളോട് തന്നെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. കാര്യം ലക്ഷക്കണക്കിന് ആൾക്കാർ എക്സാം എഴുതുന്നുണ്ട്, പക്ഷേ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഇൻസെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തൊരു വാക്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നിങ്ങളോടൊപ്പം തന്നെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ടെൻഷൻ ഫ്രീ ആയി, സ്ട്രെസ് ഫ്രീ ആയി പഠിച്ചത് മുഴുവൻ എക്സാമിന് എക്സ്പ്രസ് ചെയ്തിരിക്കും, നോ മാറ്റർ വാട്ട്. ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ എഫേർട്ട് ഇടുകയാണെങ്കിൽ യു വിൽ പാസ് ത്രൂ ദിസ്. ഇവിടെ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള കുറച്ച് ഗോൾഡൻ റൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ചോദ്യപേപ്പർ കിട്ടിക്കഴിയുമ്പോൾ SIക്ക് ഇതെല്ലാവരും ചെയ്യാറുണ്ട്. GS പേപ്പേഴ്സിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 60 സെക്കൻഡ്സ് നിങ്ങൾ ആ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിരുന്നു വായിച്ചു നോക്കാൻ വേണ്ടി ചെലവഴിക്കണം. ഒരുപക്ഷെ ആദ്യത്തെ കുറേ ചോദ്യങ്ങൾ കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷേ ഈസി ക്വസ്റ്റ്യൻസ് താഴേക്ക് കാണും. സോ ചോദ്യപേപ്പർ സ്കാൻ ചെയ്യാൻ നിങ്ങൾ ഉറപ്പായി മിനിമം ഒരു 60 സെക്കൻഡ്സ് എങ്കിലും കൊടുത്തിരിക്കണം.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്ലീസ് ഫിനിഷ് ദ പേപ്പർ. ഒരു 20 ചോദ്യങ്ങൾ GS പേപ്പറിൽ ഉണ്ടെങ്കിൽ ആ 20 ചോദ്യങ്ങൾ നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, പെർഫെക്ഷൻ അല്ല, എക്സ്പ്രഷൻ ആണ് നിങ്ങളുടെ ഫോക്കസ് ചെയ്യേണ്ടത്. 20 പെർഫെക്റ്റ് ആൻസേഴ്സ് 3 മണിക്കൂർ കൊണ്ട് എഴുതാൻ ഇറ്റ്സ് ഇംപോസിബിൾ. പക്ഷേ നിങ്ങളെ ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കുന്ന 20 ആൻസേഴ്സ് എഴുതുന്ന കാര്യം പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു ചോദ്യത്തിന് കുറച്ച് പോയിന്റുകൾ എഴുതി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് തന്നേ പറ്റുള്ളൂ എക്സാമിനർ, അല്ലെ? അതുകൊണ്ട് തന്നെ മാർക്ക് മാക്സിമൈസേഷൻ ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരു ചോദ്യത്തിൽ നിന്ന് മാക്സിമം മാർക്ക് നേടുന്നതിന് പകരം ആ 20 ചോദ്യങ്ങളിൽ നിന്നും നിങ്ങൾ മാർക്ക് മാക്സിമൈസ് ചെയ്യാനുള്ള എഫേർട്ടാണ് ഇടേണ്ടത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ചോദ്യം കാണുമ്പോൾ അതിന് ഫുൾ ഡേറ്റ കയ്യിൽ ഉണ്ടായിരിക്കില്ല, പക്ഷേ നിങ്ങൾക്കറിയാം, യു നോ ദ ടാക്ടിക്സ്, എങ്ങനെയാണ് കോമൺ സെൻസ് യൂസ് ചെയ്ത് ആൻസേഴ്സ് ചെയ്തത് നിങ്ങൾക്കറിയാം. പക്ഷെ ആ ചോദ്യം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു 1/2 മാർക്ക് അല്ലെങ്കിൽ 0.25 മാർക്സ് എങ്കിലും നിങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് സ്ട്രെസ്സോ ആങ്സൈറ്റി വരികയാണെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. 4-7-8 ബ്രീത്തിങ് എക്സസൈസ് വളരെ എഫക്റ്റീവ് ആണ്. 4 സെക്കൻഡ് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 8 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുക. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് 5 പ്രാവശ്യം ചെയ്ത് നോക്കുക. നിങ്ങൾ ഇപ്പം തന്നെ ചെയ്ത് നോക്കുക. 4-7-8 ബ്രീത്തിങ് എക്സസൈസ് നിങ്ങളുടെ ഒരു സിമ്പത്തറ്റിക്കലി പാരാസിമ്പത്തിക് നെർവസ് സിസ്റ്റത്തിന്റെ ആ ഒരു കണ്ടീഷൻ വളരെ ബെറ്റർ ആവും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ആൻഡ് ഓൾവേസ് ഡു വാം അപ്പ്. രാവിലെ തന്നെ നിങ്ങൾ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് ഒരു ചോദ്യം എടുത്തു വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ആൻസർ റൈറ്റിങ്ങിന് വേണ്ടിയോ ബ്രെയിൻ സ്റ്റോമിങ്ങിന് വേണ്ടിയിട്ടോ മാറ്റി വെക്കണം. അല്ലാതെ രാവിലെ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് നേരെ എക്സാം ഹോളിലേക്ക് പോവുകയല്ല വേണ്ടത്. ബ്രെയിനിന് നിങ്ങളൊരു സിഗ്നൽ കൊടുക്കുക, ദാറ്റ് സംതിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ, അല്ലെ? നിങ്ങളുടെ ഒരു ആൻസർ റൈറ്റിംഗ് നടക്കാൻ പോവുകയാണെന്നുള്ള സിഗ്നൽ ബ്രെയിനിന് നേരത്തെ തന്നെ കൊടുത്തിരിക്കണം. സോ ഒരു വാമപ്പ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യമെങ്കിലും ജസ്റ്റ് നിങ്ങൾ നേരത്തെ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ മതി, ഫ്രഷ് ക്വസ്റ്റ്യൻ വേണമെന്നില്ല, എടുത്തു വെച്ച് ഒന്ന് വാമപ്പ് ചെയ്യുക. അതിനുശേഷം മാത്രം എക്സാം ഹോളിലേക്ക് കയറുക. ഇനിയുള്ള ദിവസങ്ങൾ ദയവായി ഉറക്കം കോംപ്രമൈസ് ചെയ്യരുത്. നന്നായിട്ട് തന്നെ ഉറങ്ങുക. നിങ്ങളുടെ മനസ്സിന് നല്ല റെസ്റ്റ് കൊടുക്കുക, എന്നാലേ അത് നല്ല ഷാർപ്പായി ഇരിക്കുള്ളൂ. നിങ്ങൾ നാളെ ഇതൊന്ന് വിഷ്വലൈസ് ചെയ്ത്, നിങ്ങൾ നാളെ എഴുതുന്ന ഓരോ ആൻസേഴ്സും ദേ ആർ നോട്ട് ജസ്റ്റ് ആൻസേഴ്സ്. നിങ്ങളുടെ സ്റ്റോറി, നിങ്ങളുടെ കഥയാണ് ഇവിടെ എഴുതുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറാണ് നിങ്ങൾ ആ എക്സാം ഹോളിൽ 3 മണിക്കൂർ ഒരു സെഷനിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. നാളെ ഒരു ബ്യൂറോക്രാറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രൈൻ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ നമ്മുടെ സയൻസ് പോളിസി, ഇതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ഫ്യൂച്ചർ പോളിസി മേക്കേഴ്സ് ആണ് നിങ്ങൾ. നിങ്ങളുടെ ഓരോ ചിന്തകൾക്കും ഓരോ തീരുമാനങ്ങൾക്കും ജനറേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ അത്രയും വലിയ ഒരു പവർഫുൾ പോസ്റ്റിലേക്ക് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. ആ ഒരു സിനാരിയോ അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി മെയിൻസ് എക്സാം ആണ്. ഒരു എൻറ്റയർ ഡിസ്ട്രിക്റ്റിനെ ഹാൻഡിൽ ചെയ്യേണ്ട കളക്ടർ ആവാൻ പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. സോ അന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. സോ നമ്മൾ ഫ്യൂച്ചറിൽ എന്താണ് ആവാൻ പോകുന്നത് അത് വെച്ച് വേണം നമ്മൾ ഇന്നത്തെ സിറ്റുവേഷനിൽ ഇന്നത്തെ ക്രൈസിസുകളെ കമ്പയർ ചെയ്യാൻ. അന്ന് നമ്മൾ ഡെയിലി ബേസിസിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് എക്സാം ഇസ് നത്തിങ്. സോ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ കേരളത്തിന്റെ മക്കളാണ്. നമുക്കൊരു ലെഗസി ഉണ്ട്. സ്ഥിരമായി നല്ല റിസൾട്ടാണ് കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഡൽഹി ബേസ്ഡ് ആയിട്ട് റിസൾട്ടുകൾ മോണോപ്പൊളൈസ് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്നും ഇന്ന് കേരളത്തിൽ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് സിവിൽ സർവീസസ് എക്സാംസിന് എല്ലാ വർഷവും ലഭിക്കാറുണ്ട്. ലുക്ക് അറ്റ് അവർ റിവേഴ്സ്, അല്ലെ? ദേ നെവർ ചൂസ് ആൻ ഈസി പാത്ത്, അല്ലെ? നിങ്ങളെ പോലെ തന്നെയാണ്, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാത്ത് തന്നെയാണ് അവർ ചൂസ് ചെയ്തത്. ദേ കട്ട് ത്രൂ മൗണ്ടൻസ്. നിങ്ങളും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചെയ്തപോലെ വളരെ ഈസി ആയിട്ടുള്ള കംഫർട്ടബിൾ പാത്തിലേക്കല്ല നിങ്ങൾ പോയത്. നിങ്ങൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാത്തിലേക്ക് പോയി യു കട്ട് ത്രൂ മെനി ചാലഞ്ചസ്. അതാണ് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്ത് ഇവിടെ വരെ എത്താനുള്ള റീസൺ. ഏറ്റവും വലിയ എലിമിനേഷൻ സ്റ്റേജ് പ്രിലിംസ് കഴിഞ്ഞിരിക്കുന്നു. മെയിൻസ് അതൊരു ഗേറ്റ് വേ ആണ്, ഒരു ബ്ലോക്കേജ് അല്ല. നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു എന്താ പറയുക ഗേറ്റ് വേ ആണ് മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. അല്ലാതെ ആ സ്വപ്നത്തിന് നിങ്ങൾക്ക് നടുക്ക് നിൽക്കുന്ന ഒരു വാൾ, ഗ്രേറ്റ് വാൾ അല്ല. ആ ഗേറ്റ് വേയുടെ താക്കോൽ എന്ന് പറയുന്നത് നിങ്ങളുടെ നോളജ്, ആൻസർ റൈറ്റിംഗ് സ്കിൽ, സ്ട്രെസ് മാനേജ്മെന്റ്, കോൺഫിഡൻസ്, പേഴ്സണാലിറ്റി, ഇതൊക്കെ തന്നെയാണ്. സോ നന്നായി നാളത്തെ എക്സാം പോയി എഴുതുക. ഈ വർഷം നമുക്ക് ടോപ്പ് റാങ്കിൽ മലയാളികൾ ധാരാളം ഉണ്ടാവണം, അത് ഉറപ്പ് തന്നെയാണ്. നന്നായി തന്നെ നാളത്തെ എക്സാം പോയി എഴുതുക. നിങ്ങൾക്ക് സ്ട്രെസ് ആങ്സൈറ്റി വരുമ്പോൾ ഈ വീഡിയോ മൾട്ടിപ്പിൾ ടൈംസ് റിവൈൻഡ് ചെയ്ത് കാണുക. കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഐ വിൽ, ഞാൻ നേടിയെടുത്തിരിക്കുന്നുള്ളത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഈ മെയിൻസിന് ശേഷം നമ്മൾ ഇന്റർവ്യൂ പ്രോഗ്രാംസ് ഫ്രീ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സിവിൽ സർവീസസ് ഇന്റർവ്യൂവിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ 1-on-1 മെന്റർഷിപ്പ് വഴി നിങ്ങളെ ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നതാണ്. സോ നന്നായിട്ട് തന്നെ മെയിൻസ് എക്സാം എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്. കമന്റ് ചെയ്യുക. ഐ വിൽ.